ഇങ്ങോട്ട് നോക്കിയാലും മതി. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വാല്യുബിൾ ആയ ഓരോ സിനിമകളിലൂടെയും ഇന്റർവ്യൂകളിലൂടെയും ഇവന്റുകളിലൂടെയും നമ്മളെ ത്രസിപ്പിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി ധ്യാൻ ശ്രീനിവാസനും അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. കഷ്ടപ്പെട്ടത് വെറുതെ ഇവൻ അതായത് ബസ് സ്റ്റാൻഡിൽ മൈലെണ്ണ വിൽക്കാൻ വെച്ചേക്കുവെന്ന് നാട്ടുകാർ വിചാരിക്കുള്ളൂ. ഇത് നിങ്ങളുടെ മുട്ടുവേദന നിങ്ങളെ ത്രസിപ്പിക്കാനായിട്ട് കാട്ടിലെ മയിലിനെ പിടിഞ്ഞ് നമ്മളെയൊക്കെ ചേർത്ത് ആ ലെവലായിരുന്നു അവന്റെ ഇന്റർവ്യൂ. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അല്ല അല്ല നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. നീ ആരെ പറ്റിയ പറയുന്നത് അവസാനം വരെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇത്ര ഫേമസ് ആയി ഇത്ര ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഈ രണ്ട് വാക്കില് രണ്ട് അവസരമുണ്ട്. ഇതേപോലെ ഇവിടെ ഒരു ഇൻട്രോ എടുത്ത് പറ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ത്രസിപ്പിക്കണം. പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാടണം. നീ ഇവിടെ തടിമയാണ്. ചെറുപ്പത്തിലെ ഒരാളോട് എന്താവണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പറയാം നമുക്ക് രമേശ് പിഷാരടിയെ പോലെ ആവണം. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടി ചത്തേനെ. കാരണം അദ്ദേഹം എല്ലായിടത്തും ഉണ്ട്. ടിവിയിലുണ്ട്, സിനിമയിലുണ്ട്, യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. ഒന്നതരമായിരിക്കുന്നു. വെറുതെ പറയാനൊന്നും എനിക്ക് ഭയങ്കര ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്.